ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയണത് ഞാൻ ട്രിപ്പ് പോയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഈ വീഡിയോയിലും ഈ ട്രിപ്പിലും ഞാനില്ല. അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് നേപ്പാൾ വരെ പോയതിൻ്റെ കുറച്ച് വിഷ്വൽസ് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അതായത് ഏട്ടൻ്റെ ഫോണിൽ നിന്ന് ഞാനതങ്ങ് എടുത്തായിരുന്നു. കാണാനൊക്കെ രസമായതുകൊണ്ട് തന്നെ എനിക്ക് ട്രാവലിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് എഡിറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് നോക്കാമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം ഞാനിത് എഡിറ്റ് ചെയ്യുന്നതാണ്. എനിക്കിതിനെക്കുറിച്ച് അധികം പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. നേപ്പാൾ ഇവരെല്ലാവരും കൂടി എന്താ പറയുക കാറിനാണ് പോയത്. മീൻസ് ഞങ്ങൾ യു പിയിലാണുള്ളതുകൊണ്ട് അതുകൊണ്ട് യു പിയിൽ നിന്ന് നേപ്പാളിലേക്ക് മീൻസ് വലിയ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അത്ര ഇതൊന്നുമില്ല. എങ്കിലും അവരവിടെ എത്തി. അവിടുത്തെ കുറച്ച് വിഷ്വൽസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ നിങ്ങൾ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അവിടുത്തെ അത് ഒരു വേറെ ലോകമാണെന്നാണ് ഏട്ടനൊക്കെ പോയിട്ട് പറഞ്ഞത് കേട്ടോ. മീൻസ് നമ്മളെ കാണാനൊരു നല്ല രസവും പിന്നെ അവിടുത്തെ കുറേ ആചാരങ്ങളും കുറേ ടെമ്പിൾസും അങ്ങനത്തെ കുറേ വിഷ്വൽസൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അവരവിടെ പോയി കണ്ടതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇതൊക്കെ അവർ പോകുന്ന വഴികളിലെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ഇതും തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർത്ത് സൈഡ് വ്യൂ ഒക്കെ ആയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ബോർഡർ കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പം ശരിക്കും അവർക്ക് ആ ഫീല് കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഏട്ടൻ പോയിട്ട് വരട്ടെ എന്ന്. എനിക്കിപ്പോഴും വലിയ ആഗ്രഹമൊന്നുമില്ല നേപ്പാൾക്ക് പോകണമെന്ന്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസും അവിടുത്തെ ഇതോളൊക്കെ ഇതിലിരുന്ന് കണ്ടത് കൊണ്ട് എനിക്കതങ്ങ് ഇഷ്ടമായി. ഞാൻ അവിടെ പോയ ഫീൽ തന്നെ എനിക്കും കിട്ടിയായിരുന്നു. എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോകണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ വേറെ കിടക്കുന്നതൊക്കെ കിടക്കുന്നത് കൊണ്ട് വലിയ ആഗ്രഹം നേപ്പാളിലോട്ട് പോകാനില്ല. പോയൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ എന്തായാലും പോവും. ഇതൊക്കെ ഒരു സൈഡാണ് അവിടുത്തെ വിഷ്വൽസ്. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ എന്നെ കൂടാതെ ഒരു സ്ഥലത്തോട്ട് ഒറ്റയ്ക്ക് പോകുന്നത്, അതായത് ഞാനില്ലാത്തൊരു ട്രിപ്പ് ഇതാണ് കേട്ടോ. ബാക്കി എല്ലാ ട്രിപ്പിലും ഞാൻ വലിഞ്ഞു കയറി പോയിരിക്കും. എന്നെ ഇല്ലെങ്കിലും എന്നെ കൊണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തട്ടിക്കയറി പോവായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഞാനില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതെന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച്. പക്ഷേ നേപ്പാളെത്തിയപ്പോൾ എന്നെ ഒന്നും ഓർമ്മയില്ല കേട്ടോ. കാരണം അവിടെ എത്തിയപ്പോൾ അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും അവിടുത്തെ എൻജോയ്മെൻറ്റ് കാരണം ജസ്റ്റ് വീഡിയോ കോളൊക്കെ വിളിച്ച് ഹായ് ബൈ ബന്ധമായിരുന്നു. പക്ഷേ ഈ ഒരു വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അവരൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനും കുറച്ച് നേരം സ്റ്റേ ചെയ്യാനും നിന്ന് അവിടുത്തെ ഹോട്ടലിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പം അടിപൊളി കേട്ടോ. ഇങ്ങനത്തെയൊക്കെ വ്യൂസും എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഇപ്പോൾ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് പോയാൽ മതിയായിരുന്നു എന്നൊരു ഫീല്. എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കുറ്റബോധമുണ്ട്. അത്രയും നേരം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊരു എന്താ പറയുക ഒരു വിഷമമുണ്ട്. ഇതവിടുത്തെ സ്ട്രീറ്റിൽ ഇതിൽ കടകളും അവിടുത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാ സാധനത്തിനും എന്താ പറയുക അതിൻ്റേതായൊരു കോസ്റ്റും കാര്യങ്ങളും. ചില സാധനങ്ങൾക്ക് വില കുറവുണ്ട്. എന്നാൽ പോലും ബുദ്ധൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, അതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മണിക്ക് നമ്മുടെ ഇന്ത്യൻ മണിയേക്കാളും കുറച്ച് ഡിഫറൻസൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഏട്ടൻ വന്ന് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. എനിക്കത് വലിയ കാര്യമൊന്നും പിടിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പിൾ വ്യൂസാണ്. ഇനി അങ്ങോട്ടേക്ക് ടെമ്പിൾ വ്യൂസാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താ പറയുക എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടാക്കുക. അത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ വിഷ്വൽസ് നിങ്ങളിരുന്ന് കണ്ടോളൂ.
പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവിടെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയമാണ്. ഡാൻസും പാട്ടും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈറ്റിൽ ഭയങ്കര ബിസിയാണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇവർ നൈറ്റിൽ നടക്കാൻ പോയപ്പോഴത്തെ ആ ഒരു വിഷ്വലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലൊരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും, പിന്നെ അവിടെ പുറത്ത് ഇങ്ങനെ ഡാൻസൊക്കെ ഉണ്ട്, പെൺപിള്ളേരൊക്കെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡാൻസ്. അപ്പോൾ ഇതൊക്കെ കാണാനും ഇതൊക്കെ എൻജോയ് ചെയ്യാനും ഒരുപാട് ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നേപ്പാളിലൊരു കൊച്ച് വിഷ്വലും കാര്യങ്ങളും വ്യൂസൊക്കെയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ബൈ ബൈ, ടാറ്റ.